ഓണപരീക്ഷകൾ ഇത് കേരളത്തിൽ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മാർച്ചിലെ പരീക്ഷ ഇതൊക്കെ പറഞ്ഞ് കേരളത്തിൽ കൃത്യമായിട്ട് നടത്തുന്നതാണ്. പക്ഷേ ഓരോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ട് വേണം ഒരു പരീക്ഷ നടത്താൻ. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കുട്ടികൾ, ഈ കാണുന്ന കുട്ടികൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ സാറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തും എന്ന് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓണപരീക്ഷകൾ 10ാം ക്ലാസ്സിന് വെച്ചേക്കുന്നത് അടുത്ത ആഴ്ച തന്നെയാണ്. 14-ാം തീയതി മുതൽ ഹയർ സെക്കൻഡറിയുടെ വെച്ചിട്ടുണ്ട്. ടൈം ടേബിളൊക്കെ വളരെ മോശം ടൈം ടേബിൾ. എന്തും ആയിക്കോട്ടെ, ടൈം ടേബിളിനെ കുറിച്ച് ഒന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. അത് എന്തും ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. കാരണം കേരളം മൊത്തവും വെള്ളക്കെടുതിയിലാണ്. വെള്ളപ്പൊക്കം എല്ലായിടത്തും, പല ജില്ലകളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും. ഇന്ന് പോലും ഇപ്പം ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്. നമ്മുടെ അടുത്തൊരു നല്ല വലിയ സ്കൂളുണ്ട്. ഈ സ്കൂളിൽ 200-300ഓളം കുടുംബങ്ങൾ ഇവിടെ ക്യാമ്പിലുണ്ട്. എത്രയോ സ്കൂളുകൾ ക്യാമ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് എത്ര ദിവസം ഇനി മുന്നോട്ട് പോകും? ഇപ്പം ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച അവധിയാണ്, കർക്കിടക അവധി വരുന്നു. ഒരു സ്കൂളിൽ എനിക്ക് തോന്നുന്നില്ല, ജെന്യുവിനായിട്ട് കൃത്യമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞാൽ ഒരു സ്കൂളിലും കൃത്യമായിട്ട് പോർഷൻ തീർത്ത് കാണത്തില്ല, അല്ലെങ്കിൽ കുട്ടികളെ ഒന്നും റിവൈസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഉറപ്പായിട്ട് കുട്ടികൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ കുട്ടികൾ പരീക്ഷ എഴുതണം എന്നാണ് പറയുന്നത്, ഓണപരീക്ഷ ഉറപ്പായിട്ട്. ഇതൊക്കെ നമ്മൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ, വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പുത്തനായിട്ട് അദ്ദേഹം ചാർജ് എടുത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. കാരണം ഓണപരീക്ഷകൾ ഓണം കഴിഞ്ഞിട്ട് നടത്തിയാലും, കാരണം മിക്കവാറുള്ള സ്കൂളിലെല്ലാം ക്യാമ്പ് ആകുമ്പോൾ ആ സ്കൂളിൽ എങ്ങനെ പരീക്ഷ നടത്തും? ഈ കുട്ടികളുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ എന്തുമായിരിക്കും? അവർ എങ്ങനെയെങ്കിലും അവരുടെ വീടെല്ലാം വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. ഇനി വെള്ളം ഇറങ്ങിയാൽ പോലും അത് വൃത്തിയാക്കാൻ എത്ര ദിവസങ്ങളെടുക്കും? എന്തും വേണ്ടി അസുഖങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കി വേണം വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷകൾ തയ്യാറാക്കാൻ. ഓണപരീക്ഷ നമുക്ക് വലിയ സംഭവമാണെന്നല്ല പറഞ്ഞത്, പരീക്ഷ അത്യാവശ്യം വേണം. പക്ഷേ ഈ ഒരു സമയത്ത് ഓണപരീക്ഷയുടെ അനിവാര്യത ഇല്ല എന്നാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നടത്തിയ, ഓണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 2 പരീക്ഷ വെച്ച് 3 ദിവസം കൊണ്ട് നടത്തി തീർത്തു. അങ്ങനൊരു സ്ഥിരം പരിപാടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തി തീർക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ ഈ പരീക്ഷ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ടീച്ചർമാർ, ജെന്യുവിനായിട്ട് ചിന്തിക്കുന്ന എല്ലാ ടീച്ചർമാർക്കും അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഓണപരീക്ഷകൾ മാറ്റി വെക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കും, മാറ്റി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും.